ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് തന്തൂരി സ്വീറ്റ് കോൺ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വീറ്റ് കോണും ഉണ്ട്. നമ്മൾ ബട്ടർ സ്വീറ്റ് കോണൊക്കെ ഉണ്ടാക്കി തിന്ന് മടുത്തവരാണെങ്കിൽ ഇതുപോലൊന്ന് തന്തൂരി സ്വീറ്റ് കോൺ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ സ്വീറ്റ് കോണൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സ്വീറ്റ് കോണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു മിക്സ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു മിക്സ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോളത്തിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ എല്ലായിടത്തേക്കും ആവുന്ന രീതിക്കൊന്ന് തേച്ച് കൊടുക്കാം. നല്ല എരിവൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്വീറ്റ് കോൺ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ രണ്ടും ഇതുപോലെ ഒന്ന് മസാല തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ആക്കിയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടും അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഒരല്പം ബട്ടർ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് കൂടി വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ എല്ലാവരും. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.